Okay, welcome to a new session. ഇതിൽ നമുക്ക് ഇവിടെ ഒരു ഇവിടെ റെസിസ്റ്റൻസ് ഉണ്ട്. അടുത്ത പേര് നോക്കാം. ഓക്കെ, ഇവിടെ ഒരു റെസിസ്റ്റൻസ്, ഇവിടെ ഒരു സപ്പോർട്ട്, റെസിസ്റ്റൻസിൽ വന്ന് നമുക്കൊരു സെല്ലടിക്കാം. രണ്ട് വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാലുള്ള അവസ്ഥ, ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലോട്ട് വീണ്ടും ഒരു ഗ്രീൻ ക്യാൻഡിൽ വരും. ആ ഗ്രീൻ ക്യാൻഡിൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ then അടുത്ത ഒരു ക്യാൻഡിൽ വേണമെങ്കിൽ ഒരു സെല്ലെടുക്കാവുന്നേ ഉള്ളൂ, താഴേക്ക് വരാൻ ചാൻസ് ഉണ്ട്. പക്ഷെ നമ്മൾ ഇന്ന് ചെയ്യുന്ന ട്രേഡൊക്കെ നമ്മളുടെ ഓപ്പോസിറ്റാണ് പോകുന്നത്. ഇത് റെസിസ്റ്റൻസ് ഉള്ളതാട്ടോ, വേണ്ട. ഇവിടെ താഴേക്ക് വരാൻ ചാൻസ് ഉണ്ടല്ലോ അടുത്ത ക്യാൻഡിൽ. ഓൾറെഡി ഒരു ട്രെൻഡ് ലൈൻ കണ്ടോ, അതിങ്ങനെ ഒരു ട്രെൻഡ് ലൈൻ ഉണ്ട്, അത് ബ്രേക്ക് ചെയ്തേക്കാണ്. ബ്രേക്ക് ചെയ്ത് താഴേക്ക് വന്നു. അപ്പോൾ ഓൾറെഡി സെല്ലാണത്. 3 മിനിറ്റ് ഒറ്റ ട്രേഡ് എടുത്ത് 3 മിനിറ്റിൻ്റെയാണ്. എന്ന് വെച്ചാൽ മേ ബി ഒരു ക്യാൻഡിൽ മേളിലോട്ട് പോകാൻ ചാൻസ് ഉണ്ട്. അതിന് ശേഷം തീർച്ചയായിട്ടും എന്തായാലും താഴേക്ക് വരും. അപ്പോൾ 3 മിനിറ്റിൻ്റെ ഒരു ട്രേഡ് എടുത്തു. ഇതിന് മുന്നേ എടുത്ത ട്രേഡ് ലോസ് ആയിട്ടുണ്ട്. ഓക്കെ, ഒരു 5-6 കുറച്ച് ട്രേഡ് എടുത്തു, 10 എണ്ണം. ഇനി എടുക്കണ്ട, ഓൾറെഡി മേളിലോട്ട് പോയി. 2 മിനിറ്റിന് വേണമെങ്കിൽ എടുക്കാറുണ്ടല്ലേ. ഓക്കെ, ഇവിടെ ഇമോഷൻസിന് നമ്മൾ ഹാൻഡിൽ ചെയ്യുമ്പോൾ ഓൾറെഡി നമുക്ക് നല്ല ലോസാണ്. ഇത് നഷ്ടത്തിലോട്ട് പോയി കഴിഞ്ഞാൽ $10 അടുത്ത് ലോസ് വരും. അപ്പോൾ ഓൾറെഡി ലോസ് സംഭവിച്ചു. പിന്നെ ഇവിടെ കിടന്ന് റിവഞ്ച് കാണിക്കേണ്ട കാര്യമില്ല. ഒരു ബ്രേക്ക് എടുത്തിട്ട് അടുത്ത പെയറിൽ പോയി നോക്കുക, അതേ നമുക്ക് ചെയ്യാനുള്ളൂ. അല്ലാണ്ട് വേറെ ഒന്നും ചെയ്യാനില്ല. നമ്മുടെ റിവഞ്ച് ആക്റ്റീവായി ഫുൾ എമൗണ്ട് ഇവിടെ നശിപ്പിച്ചിട്ട് ഒരു കാര്യമില്ല. ഓക്കെ, നമ്മൾ കറക്റ്റായിട്ട് ചെയ്താൽ നമുക്ക് കൊള്ളാം. ഇത് പ്രോഫിറ്റായി. ഒറ്റപ്പറ്റായിരുന്നു. ഇത് 37 പോയിൻ്റ്. ഓക്കെ, 37 പോയിൻ്റ്. ഇത് ഒറ്റപ്പറ്റായിരുന്നേ. ഇതൊക്കെ ഒറ്റപ്പറ്റായിരുന്നു. ഇത് ഒറ്റപ്പറ്റായിരുന്നു. പകുതി ട്രേഡോളം അത്യാവശ്യം പോയിൻ്റെല്ലാം കിട്ടി. പിന്നെ ബാക്കി ചെറിയൊരു ലക്ക് ഫാക്ടറോടെ വർക്ക് ചെയ്തു. ഓക്കെ, നമ്മൾ വിചാരിച്ച പോലെ ഇവിടെ താഴേക്ക് വന്നിരുന്നു. പക്ഷേ ഇപ്പോഴാണ് മേലോട്ട് പോകുന്നത് ആക്ച്വലി, അല്ലേ. ചാൻസസ് ഉണ്ട് ഇവിടെ നിന്ന് താഴേക്ക് വരാനുള്ള. നമുക്ക് വെയിറ്റ് ചെയ്യാം, വാച്ച് ചെയ്യാം. അപ്പോൾ ഓക്കെ, ഇത് ലാസ്റ്റ് നിമിഷം. നമ്മളെപ്പോഴും ട്രേഡിലിരിക്കുന്ന സമയത്ത് നമ്മളുടെ ഇമോഷൻസിനെ അനലൈസ് ചെയ്യുക. ഓക്കെ, ലോസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, പ്രോഫിറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും എന്നുള്ളത്. പ്രോഫിറ്റ് വന്നു കഴിഞ്ഞാൽ ഒന്നും ചെയ്യില്ല, വെയിറ്റ് ചെയ്തിട്ട് അടുത്ത ട്രേഡിലോട്ട് പോവുള്ളൂ. ലോസ് വന്നാലാണ് മെയിൻ പ്രശ്നം. ഓക്കെ, ഇത് ലാസ്റ്റ് നിമിഷം ലോസിലോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ തന്നെ വീണ്ടും റിവഞ്ച് ആക്റ്റീവായി വേറെ ട്രേഡുകൾ എടുക്കാതെ അടുത്ത പെയർ നോക്കുക. അതാണ് നമുക്ക് മെക്കാനിക്കലി ചെയ്യേണ്ടത്, ഇമോഷൻ വൈസ് അല്ല. ലാസ്റ്റ് സെക്കൻഡിൽ ലോസ് വരും ചിലപ്പോൾ. കണ്ടോ അതെ. ഓക്കെ,
പ്രോഫിറ്റായി. പക്ഷേ നമ്മൾ ലോസ് ആകാൻ വേണ്ടി ശ്രമിച്ചിരുന്നു. കുറേ ആൾക്കാരോട് ലോസ് ആയിട്ടുണ്ടാവും. അപ്പോൾ മാർക്കറ്റ് എന്ന് പറയുന്നത് എപ്പോഴും ഇതുപോലെ നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ, നമ്മളുടെ ഫണ്ട് നഷ്ടപ്പെടുത്താൻ വേണ്ടി ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കും. മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ വേറെ ആൾക്കാർ തന്നെയാണ്, മനുഷ്യന്മാർ തന്നെയാണ്, രണ്ടൊന്നുമില്ല. അപ്പോൾ നമ്മൾ ആളുകളുടെ ഇമോഷൻസ് കൂടി, മറ്റുള്ളവരുടെ ഇമോഷൻസ് കൂടി നോക്കി ട്രേഡ് എടുക്കുക. പിന്നെ കുറേ വലിയ വലിയ പ്ലേയേഴ്സ് ഉണ്ടാവുള്ളൂ. നമ്മളിപ്പോൾ ചെയ്യുന്നത് കുഞ്ഞു കുഞ്ഞു എമൗണ്ടിനൊക്കെയാണ്. ഓക്കെ, $25, $100, ഈവൻ $1000, $10,000 ഉള്ളവർ വരെ മെയിൻ പ്ലേയേഴ്സ് അല്ല, അതിന് മേളിൽ ഉള്ള എമൗണ്ട് വെച്ച് കളിക്കുന്ന ആൾക്കാരുണ്ട് ഇതിൽ. അപ്പോൾ അവർക്കാണ് ഇതിൽ വലിയ മൂവ്മെൻറ്റ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഒരു സിംഗിൾ ട്രേഡ് എടുത്ത് 2 മിനിറ്റിൻ്റെ എടുത്തത്. ഓക്കെ, 1 മിനിറ്റ് നമുക്ക് കുഴപ്പമില്ല ബ്രോ, ചിലപ്പോൾ മേളിലോട്ട് പോകാം. 2 മിനിറ്റിൻ്റെ എടുത്ത് ഓക്കെ. ഇവിടെ ഒരു വിക്ക് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ താഴെ നിന്ന് കുറച്ച് ബയേഴ്സ് ഒന്ന് ബൈ ചെയ്ത് ഒരു വിക്ക്, ഇതിലൊരു വിക്ക് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെല്ലെടുക്കാം, അല്ലെങ്കിൽ നെഗ്ലക്റ്റ് ചെയ്യാം. കുറച്ചൊരു മേലോട്ടോ ഇല്ല. അപ്പോൾ നമുക്കത് നെഗ്ലക്റ്റ് ചെയ്തേ പറ്റും. ഇതിൽ നമ്മൾ സെല്ലെടുത്തില്ല, ആ സാധനമാണ് കണ്ടോ താഴേക്ക് പൊട്ടി വന്നു. ഇതിലുറപ്പ് രക്ഷയില്ല കേട്ടോ. ഇനിയിപ്പോൾ ചെയ്യാനുള്ളത് ഇത് ചിലപ്പോൾ മേളിലോട്ട് പോകും. റെസിസ്റ്റൻസ് ഇപ്പോൾ മുട്ടിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് താഴേക്ക് വരും. പക്ഷെ നമുക്കിനി ഇവിടെ എടുക്കാൻ പറ്റില്ല ട്രേഡ്. ഓൾറെഡി 2 എടുത്തില്ലേ, അല്ല 1 എടുത്തില്ലേ, 2 മിനിറ്റിൻ്റെ ഒരു ട്രേഡ് എടുത്തില്ല. അപ്പോൾ ഇത് താഴേക്ക് വരണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ വരായിരുന്നു. റെസിസ്റ്റൻസിലാണത്. ഇത് മേളിലോട്ട് പൊന്തി ഇങ്ങനെ ദൂരം വരെയൊക്കെ പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ബെസ്റ്റ് ഓപ്ഷൻ ഇത് നെഗ്ലക്റ്റ് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. ഇത് പ്രോഫിറ്റ് കിട്ടിയാൽ കിട്ടി, അല്ലെങ്കിൽ ഇല്ല. അപ്പോൾ നമുക്ക് ഇമോഷൻസിൻ്റെ കാര്യം നോക്കാം. ഇവിടെ നമുക്ക് സംഭവിക്കാൻ പോകുന്നത് ഇപ്പോൾ ഓക്കെ, പ്രോഫിറ്റിലോട്ട് വരുന്ന പോലെ ഇങ്ങനെ കാണിച്ചു, പ്രോഫിറ്റിൽ നിന്നു, ലാസ്റ്റ് സെക്കൻഡിൽ മുകളിലോട്ട് പോയി ഈ പ്രോഫിറ്റ് ലോസിലോട്ട് പോകും. അപ്പോൾ നമുക്ക് നമ്മുടെ മനസ്സിൽ ഷിറ്റ് എന്തൊരു കഷ്ടമാണ് അത് കിട്ടിയാൻ എന്നുള്ളൊരു സാധനം വന്നിട്ട് നമ്മൾ ട്രേഡ് എടുക്കും, വീണ്ടും ട്രേഡ് എടുക്കും, അത്രേ ഉള്ളൂ. കണ്ടോ, അതുപോലെ തന്നെ സെയിം സാധനം. പിന്നെ നോർമലി നമുക്ക് എന്താ സംഭവിക്കുന്നത്, ഇവിടെ റിവെഞ്ച് ആക്റ്റീവ് ആവും. എൻ്റെ മനസ്സിൽ ഇപ്പോൾ എൻ്റെ റിവെഞ്ച് വന്നു. ഞാൻ ബാക്കിയുള്ളൊരു കാര്യം പറയാം. ഇപ്പോഴും എനിക്ക് സെല്ലെടുക്കാൻ പോകുന്നുണ്ട്. നമുക്ക് അവോയ്ഡ് ചെയ്യാൻ വേറെ നോക്കാം. അത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ തരാമായിരുന്നല്ലോ. ബെറ്റർ ഓപ്പർച്യൂണിറ്റി വേറെ നോക്കാം. വേറൊരു സാധനം കാണിച്ചാൽ ഓൾറെഡി റെസിസ്റ്റൻസിലോ അല്ല സപ്പോർട്ടിലോ ഈ വിക്ക് ആണ്. ഈ വിക്ക്, ആ വിക്ക് ഫില്ല് ചെയ്യാൻ വേണ്ടി താഴേക്ക് വരും മാർക്കറ്റ്. ഇവിടെ റെസിസ്റ്റൻസ് ഓക്കെ, റെസിസ്റ്റൻസിലോട്ട് പോയിട്ടാണെങ്കിലും ഈ വിക്ക് ഫില്ല് ചെയ്യണം, താഴേക്ക് വരേണ്ടതാണ്. മാർക്ക് ചെയ്തിട്ടേക്കാം. ഇവിടെ എന്തായാലും സംഭവിച്ചത് KDUSD മറ്റേപ്പറ്റി നമുക്ക് പ്രോഫിറ്റ് കിട്ടിയായിരുന്നു. ഓക്കെ, പക്ഷെ ദെൻ നമ്മളുടെ അഗേൻസ്റ്റ് പോയി. ഇത് മേളിലോട്ട് പോകട്ടോ, താഴേക്ക് വരുന്നില്ല. അപ്പോൾ മേളിലോട്ട് ഈ റെസിസ്റ്റൻസിൽ പോയിട്ട് താഴേക്ക് വരാൻ ചാൻസ് ഉള്ളതെന്ന് തോന്നണം. ഈ വരുന്ന വരവ് ഈ വിക്ക് ഫില്ല് ചെയ്യാൻ വേണ്ടിയാണ്. എനിക്ക് എടുക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഡബിൾ മൈൻഡിലാണ്. ഈ റെസിസ്റ്റൻസിൽ ചെന്നേച്ചെങ്കിൽ അവിടെ നിന്ന് സെല്ലടിച്ചാണ്. അപ്പോൾ നമുക്ക് നെഗ്ലക്റ്റ് ചെയ്യാം.
ഒരു സപ്പോർട്ട്. ഇനി 5 മിനിറ്റ് കൂടി ഉള്ളൂ കേട്ടോ ഈ സെഷൻ. സപ്പോർട്ടുണ്ട്, ബൈ ചെയ്യണോ? ഇത് നോട്ട് ചെയ്തേക്കാം. ബൈ ചെയ്തില്ല, നോട്ട് ചെയ്യാം. ഒരു ട്രേഡ് എടുത്തു. അതെടുക്കാൻ കാരണം ഒബ്വിയസ്ലി, പക്ഷേ ഇത് ഉറപ്പില്ല കേട്ടോ കിട്ടുമെന്നുള്ളത്. ഞാൻ എടുത്തുന്നുള്ളൂ. ഈ വിക്ക് ഉണ്ടല്ലോ, ആ വിക്ക് ഫില്ല് ചെയ്യാൻ വേണ്ടി പോകുന്നുള്ള രീതിയിൽ. പക്ഷേ ഇതിൽ എന്ന് വെച്ചാൽ ഒരുപാട് വിക്കുകളുണ്ട്. ആ വിക്ക് ഫില്ല് ചെയ്തിട്ടില്ല കുറേ നേരമായിട്ട്. അപ്പോൾ അത്ര ഉറപ്പൊന്നുമില്ല. ഇത് താഴേക്കും വരാം, ഉറപ്പില്ല. എന്താ, നമുക്ക് 30 സെക്കൻഡിൻ്റെ എടുത്ത് നോക്കിയാലോ ഗ്രാഫ്. ഒരു സപ്പോർട്ടാണത് ഏകദേശം. ലക്കി എൻ്റെ ഇമോഷൻസിനെ ബാധിക്കുന്നുണ്ടായിരുന്നു. ഓക്കെ, നമ്മളത് വിക്ക് ഫില്ല് ചെയ്യാൻ വേണ്ടി പോയി. പക്ഷെ ഇതിൽ അങ്ങനെ അധികം വിക്ക് ഫില്ലിങ് ഈ ഗ്രാഫിൽ നടന്നതായിട്ട് തോന്നുന്നില്ല. ഇവിടെ നിന്ന് താഴേക്ക് വരേണ്ടതാണ്, പക്ഷേ അപ് ട്രെൻഡ് ഉണ്ട് അതിൽ. അപ്പോൾ നമുക്ക് നെഗ്ലക്റ്റ് ചെയ്യാം. ഇവിടെ സംഭവിക്കാവുന്നത് ഓൾറെഡി റെസിസ്റ്റൻസിലാണ്. ഓക്കെ, അതെ, റെസിസ്റ്റൻസിലാണ്. അപ്പോൾ താഴേക്ക് വരാൻ ചാൻസ് ഉണ്ട്. അടുത്ത ക്യാൻഡിൽ നോക്കാം. സപ്പോർട്ട് ഇവിടെ നിന്ന് ഒരു ക്യാൻഡിൽ അടുത്ത് മേളിലോട്ട് വരാൻ ചാൻസ് ഉണ്ട്. ടച്ച് ചെയ്തു. ഒരു ക്യാൻഡിൽ മേളിലോട്ട് വരേണ്ടതാണ് ഇതിൽ. ഓക്കെ, റെസിസ്റ്റൻസിലെത്തിയല്ലോ. ഓക്കെ, ഇവിടെ നമ്മളുടെ അനാലിസിസ് തെറ്റായി. ഇവിടെ നിന്ന് ഒരു ഗ്രീൻ ക്യാൻഡിൽ വരുമ്പോൾ പറഞ്ഞു തരുന്നു, വന്നില്ല. ട്രീയുടെ എടുത്തുമില്ല, ഡബിൾ മൈൻഡായിരുന്നു. ഓക്കെ, ഇവിടെ നിന്ന് മേളിലോട്ടൊരു ക്യാൻഡിൽ വരുമല്ലോ, ബ്രേക്ക് ചെയ്യുമല്ലോ, അങ്ങനെയുള്ള നിൽക്കുന്നത്. എന്നിട്ടേ ഈ റെസിസ്റ്റൻസിലെ ഇവിടെ വരാൻ വരെ ചിലപ്പോൾ പോവും. ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഒരു സെല്ലടിക്കാം. പക്ഷെ ഇപ്പോൾ സെല്ലടിക്കുന്ന ഒത്തിരി റിസ്ക്കാണ്. നെഗ്ലക്റ്റിങ്. ഞാൻ ഫോണിലാണ് ട്രേഡ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുന്നത്. അതായത് പേഴ്സേ ഇതുപോലെ ഇങ്ങനെ അങ്ങ് മാറ്റിക്കൊണ്ടിരിക്കണം. അവിടെ നെക്കി ഇവിടെ നിന്ന് നോക്കി നല്ല ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി ഏതിലാണോ അവിടെയാണ് ട്രേഡ് എടുക്കുന്നത്. ഇവിടെ റെസിസ്റ്റൻസ് ഉണ്ട്. പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞു, നമ്മളുടെ സെഷൻ കഴിഞ്ഞു. ഇനി അടുത്തൊരു
സെഷനിൽ നമുക്ക് കാണാം. വി ആർ സ്റ്റോപ്പിംഗ് ദിസ് നൗ. സ്റ്റാർ ഇട്ടതൊക്കെ മാറ്റിയിട്ടുണ്ട്. ഓപ്പർച്യൂണിറ്റി ഉള്ളതാണ് നമ്മളിങ്ങനെ സ്റ്റാർ ഇട്ട് വെക്കുന്നത്. ഓക്കെ, അപ്പോൾ കുറേ സൈക്കോളജി കാര്യങ്ങളൊക്കെ നമ്മളിവിടെ സംസാരിച്ചു എന്ന് തോന്നുന്നു. കുറേ എന്ന് പറഞ്ഞാൽ ട്രേഡ് എടുത്തപ്പോൾ ഉള്ള നമ്മളുടെ ഇമോഷണൽ കാര്യങ്ങളൊന്നും. ഇനിയും നമുക്ക് അടുത്ത സെഷനിൽ ഇതുപോലെ ടോക്ക് ചെയ്യാം, ട്രേഡുകൾ എടുക്കാം. ഓക്കെ, ബൈ.